നവരാത്രിയുടെ 9-ാം ദിവസം ദേവിയെ സിദ്ധിദാത്രി ഭാവത്തിലാണ് ആരാധിക്കേണ്ടത്. സിദ്ധിദാനം ചെയ്യുന്നവൾ എന്നാണ് സിദ്ധിദാത്രി എന്ന നാമധേയം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭക്തന് എല്ലാവിധ കഴിവുകളും സിദ്ധികളും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി. താമരപ്പൂവിലിരിക്കുന്ന ചതുർഭുജയായ ദേവിയുടെ വലതു കൈകളിൽ ചക്രവും ഗദയും, ഇടത് കൈകളിൽ ശംഖും താമരയും ഉണ്ട്. ഭഗവാൻ പരമശിവന് സർവസിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണെന്നും അതിനാൽ തന്റെ പാതി ദേവിക്ക് നൽകി ഭഗവാൻ അർദ്ധനാരീശ്വരനായെന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. സ്വർണ വർണ്ണത്തോടു കൂടിയ ദേവി ദാനപ്രിയയും അഷ്ടൈശ്വര്യപ്രദായിനിയുമാണ്. നവഗ്രഹങ്ങളിൽ കേതുവിന്റെ ദേവതയാണ് സിദ്ധിദാത്രി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാധകന് എല്ലാം നൽകുന്നവളാണ് സിദ്ധിദാത്രി. അറിവിന്റെ ദേവതയാണ്. പ്രത്യേകിച്ച് ആവശ്യപ്പെടാതെ തന്നെ അർഹിക്കുന്ന നന്മകൾ പ്രദാനം ചെയ്യുന്ന മാതൃസ്വരൂപിണിയാണ് ദേവി. ആനന്ദകാരിയായ സിദ്ധിദാത്രി സകലരെയും അനുഗ്രഹിച്ചു വിളങ്ങുന്നു. നവരാത്രിയുടെ 9-ാം നാൾ സിദ്ധിദാത്രി ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം ഇതാണ്: സിദ്ധഗന്ധർവ യക്ഷധൈര്യ സുരൈര മരൈരപി സേവ്യമാന സദാ ഭൂയാത് സിത സിദ്ധിദായിനി. ഇതുകൂടാതെ സിദ്ധിദാത്രി ദേവിയുടെ സ്തുതിയും ചൊല്ലാവുന്നതാണ്. യാ ദേവി സർവഭൂതേഷു മാ സിദ്ധിദാത്രി രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. നവരാത്രി എന്ന 9 രാത്രങ്ങളിലൂടെ കടന്ന് പ്രകാശപൂരിതമായ ഒരു ലോകത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുവാൻ സിദ്ധിദാത്രി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.